ഞാൻ സുമാര്യമായിട്ടുള്ള ഇത് കാണുന്നത് സ്വപ്നം എന്നുള്ള സീരിയലാണ്. അപ്പം ഞാൻ ഒരു സിനിമ പൊട്ടി സിനിമയിൽ നിന്ന് പോയ ഏകദേശം ഒറ്റപ്പൊട്ടലിൽ തന്നെ ഔട്ടായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന 2001 അന്നൊക്കെ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് നായകനായി വരുന്ന സിനിമ പൊട്ടുന്നതോടുകൂടി ഇവൻ രാശിയില്ലാത്തവനാണെന്ന് പറയും. അങ്ങനെ സീരിയലിലെത്തി അത്യാവശ്യം അവിടെ മതി, ഇനി ഒരു തരത്തിൽ ഞാൻ സിനിമയിലേക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം എന്ന് പറഞ്ഞ സീരിയൽ വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സുമാര്യമ്മയെ കാണുന്നത്. അപ്പം ഞാൻ ഭയങ്കര റെക്ലൂസാണ്. ഞാൻ ആൾക്കാരുടെ അടുത്തും മിണ്ടില്ല. കാരണം ഈ പൊട്ടലിൻ്റെ ഒരു ആഘാതം കഴിഞ്ഞിട്ടില്ല, അതിലങ്ങനെ നിൽക്കുക. ആ സമയത്ത് സുമാര്യമ്മ, ഞാനതിൽ എഡ്വേർഡ് എന്നുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണ് ചെയ്യണം. അപ്പം അതിലെനിക്കൊരു ഇത് വെക്കണം, ഈ ലെൻസ്. അപ്പം ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ സാധനം. കാരണം ഇന്നത്തെ പോലെ ഇത്രയും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ലെൻസസ് ഒന്നും അന്നില്ല. അന്ന് കണ്ണി വെച്ച ഏരിയയും ചിലപ്പോൾ പൊള്ളും, അങ്ങനത്തെ മാതിരി ലെൻസ്. അപ്പം ഞാനിങ്ങനെ ക്രിബിങ് ആണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഒരു ദിവസം അന്നൊന്നും അത് എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ. അത് നമ്മുടെ ബോയിങ്ങിലെ പോലത്തെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണ്. അപ്പം നമുക്കിതുണ്ട്, നമുക്ക് റെവറൻസും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കിത് ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എൻ്റെ മൊത്തം കാര്യങ്ങൾ. അന്ന് പുള്ളിക്കാരി ഒരു 3-4 ദിവസം കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ച് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ബന്ധമാണ്. അന്ന് സുമാര്യമ്മ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരുപാട് ഒരു വലിയ വഴിവിളക്കായി നമുക്ക് കാലങ്ങളായി നിന്നിട്ടുണ്ട്. അത് അവരുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാൽച്ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടു ആ കാലൊടിഞ്ഞ ഇതേ സമയത്താണ് അമ്മ ട്രിവാൻഡ്രം ലോഡ്ജിൽ അഭിനയിക്കാൻ വന്നത്. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഇത് ഇതുപോലെയാണ്. നിന്റെ പടം തുടങ്ങിയല്ലേ, ഞാൻ എന്നാ വരേണ്ടത്, ഇതാണ് ചോദ്യം. അപ്പം ഈ സമയത്ത് കാലൊടിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്, ജനാർദ്ദൻ ചേട്ടനും സുമാര്യമ്മയും അതിലത് പ്രധാന 2 ക്യാരക്ടേഴ്സാണ്. നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. വരണം. അത് ആ കാലൊടിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞു. ഇന്ന് ഇപ്രാവശ്യം കാലൊടിഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയുന്നില്ല. അപ്പോൾ ലോഡ്ജ് എന്ന് പറയുന്നത് ഫോട്ടോച്ചിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. മേലെ കയറണം, 2 നില. അതിൻ്റെ മേലെയാണിത്. സുമാര്യമ്മ ഡെയിലി വന്ന് ഇതിൻ്റെ മണ്ടയിൽ കയറും. ഒരു 6-7 ദിവസം കഴിഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെ ബോധം പോയി. അന്നാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇത് കാലൊടിഞ്ഞിരിക്കുകയാണെന്നുള്ളത്. ഇത് സ്വന്തം ജീവിതം കൊണ്ട് സിനിമയോട് എത്രമാത്രം അർപ്പണബോധം വേണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരാളായിരുന്നു.